കഴിഞ്ഞ 3 ദിവസമായി കേരളക്കര ഒന്നാകെ കണ്ണീരിലാണ്. വയനാട്ടിലെ ചൂരൽമലയിലുള്ള നിരവധി പേർ മരണപ്പെട്ടുപോയി. കുറേ പേരെ കാണാതെയായി. ജീവന്റെ തുടിപ്പന്വേഷിച്ച് നിരവധി പേരാണ് ചെളിക്കുണ്ടിൽ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബന്ധുക്കളെ നഷ്ടമായവർ, പിതാവിനെ നഷ്ടമായവർ, മാതാവിനെ നഷ്ടമായവർ, സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടമായവർ, അങ്ങനെ നിരവധി പേരാണ് ആശുപത്രികളിലും മറ്റും കലങ്ങിയ കണ്ണുകളുമായി സ്വന്തം ഉറ്റവരെയും ഉടയവരെയും തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മരണപ്പെട്ടു പോയവരുടെ ശവശരീരങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നും മറ്റും ലഭിക്കുന്നത് നിരവധിയാണ്. ഛിന്ന ഭിന്നമായി പോയ ശവശരീരങ്ങൾ പ്ലാസ്റ്റിക്കുകളിലും മറ്റും കെട്ടി ബന്ധുക്കൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമോ എന്ന പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളം കണ്ട ഏറ്റവും ദുസ്സഹമായ ദുരന്തത്തിലൊന്നായി വയനാട് മാറുന്നു. അതിൻ്റെ കാരണമാകട്ടെ മണ്ണിടിച്ചിലും. ഉരുൾപൊട്ടൽ കേരളത്തിൽ ഇതാദ്യമായല്ല ഉണ്ടാകുന്നത്. വിവിധ ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ദാരുണമായത് വളരെ ചുരുക്കം ചില ഉരുൾപൊട്ടലുകൾ മാത്രമാണ്. വയനാട്ടിലെ ഈ കൊടും ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ ആവശ്യങ്ങൾ നിരവധി ഉയരുന്നുണ്ട്. കൂടും കുടിയുമൊക്കെ നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അപ്പോഴും ഭയപ്പെടേണ്ടത് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂരൽമലയിലെ ഈ ഉരുൾപൊട്ടൽ അവസാനത്തേതായി നിൽക്കുമോ എന്നുള്ളതാണ്. അല്ല എന്ന് തന്നെ പറയേണ്ട കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വയനാട്ടിൽ മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ മറ്റു ചില ജില്ലകളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന പഠനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനുഷ്യരാശി അതിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് ഭയപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് വയനാട്ടിൽ കാണുവാൻ സാധിക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ 32% പ്രദേശം മാരക ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അതിതീവ്ര മേഖലയായി മാറിയിരിക്കുകയാണ്. വയനാടിന് പുറമെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും സാധ്യതയും കൂടുതലാണ്. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് യൂണിവേഴ്സിറ്റി പഠനത്തിലെ കണ്ടെത്തലാണ് ഈ പറഞ്ഞത്. സംസ്ഥാനത്തെ 460 പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണൊലിപ്പിനും സാധ്യതയുണ്ട്. അതിൽ 32 സ്ഥലങ്ങളിൽ 30%-ലേറെയും 76 സ്ഥലങ്ങളിൽ 20%-ലേറെയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന പഠനങ്ങൾ പറയുന്നു. 10% മുകളിൽ അപകട സാധ്യതയുള്ള ജില്ല വയനാടാണ്. വൈത്തിരി, തൊണ്ടർനാട്, പൊഴുതാന, തിരുനെല്ലി, വെള്ളമുണ്ട, തറിയോട്, മുപ്പിനാട്, പടിഞ്ഞാറേത്തറ എന്ന പ്രദേശങ്ങളാണ് അതീവ ഗുരുതര സാഹചര്യത്തിൽ നിൽക്കുന്നത്. 10% അവിടുത്തെ അപകട സാധ്യത. എന്നാൽ അതിലുമേറെ അപകട സാധ്യതയുള്ള മറ്റ് ജില്ലകളുണ്ട്. ഇടുക്കി ജില്ലയിൽ 30%-ലേറെയാണ് അപകട സാധ്യത ഉള്ളത്. ഇടുക്കിയിലെ കൊക്കയാർ, മറയൂർ, വട്ടവട, പെരുവന്താനം, മാങ്കുളം, അടിമാലി, കാന്തള്ളൂർ, പീരുമേട്, മൂന്നാർ, കുടയത്തൂർ, കൊന്നത്തടി, വാത്തിക്കുടി, അറക്കുളം, പള്ളിവാസൽ, ഉടമ്പന്നൂർ, വണ്ണപ്പുറം, മരിയാപുരം, വെള്ളത്തൂവൽ, ചിന്നക്കനാൽ, കുമളി, വെള്ളിയാമറ്റം എന്ന പ്രദേശങ്ങളാണ് 30%-ലേറെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളായി ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലപ്പുറത്തും ഇതേ അവസ്ഥയാണ്. 30%-ഏറെയാണ് അപകട സാധ്യത ഉള്ളത്. ജില്ലയിലെ അമരമ്പലം, കരുളായി, ചോക്കാട്, കരുവാരക്കുണ്ട് എന്ന പ്രദേശങ്ങൾ അപകട സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാടും പത്തനംതിട്ടയിലും 30% തന്നെയാണ് അപകട സാധ്യത. പാലക്കാട്, മലമ്പുഴ, അഗളി, പുത്തൂർ പ്രദേശങ്ങളാണ് അപകട സാധ്യത ഏറെയുള്ളത്. പത്തനംതിട്ടയിലാകട്ടെ അരുവാപ്പുറം, സീതത്തോട്, ചിറ്റാർ എന്ന മേഖലകളിലാണ് അപകട സാധ്യത കൂടുതലുള്ളത്. ഈ മേഖലകളിലെ അപകട സാധ്യതകൾക്ക് പ്രാധാന്യം ഏറെയാണ്. വരും ദിവസങ്ങളിൽ ഇവിടെയും കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടത്തി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ വേണ്ട പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യകതയും വളരെയേറെയാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഉള്ളവർ ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ആവശ്യകത വളരെയേറെയാണ്. തലസ്ഥാന നഗരിയിലും ഇതേ പ്രശ്നം തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ 17 പഞ്ചായത്തുകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവരാണ്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര താലൂക്കുകളിലായാണ് ഈ പ്രദേശങ്ങൾ. 2001 നവംബറിൽ 39 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായ അമ്പൂരിയാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. തലസ്ഥാനത്ത് 185 ഹെക്ടർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത് തന്നെയാണ്. ഡിജിറ്റൽ സർവകലാശാലയും കേന്ദ്ര റബ്ബർ ബോർഡും നടത്തിയ പഠനത്തിലാണ് ഈ കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ആര്യനാട്, അമ്പൂരി, കുറ്റിച്ചാൽ, കള്ളിക്കാട്, കാട്ടാക്കട, കുന്നത്തുകാൽ, മലയിൻകീഴ്, നന്ദിയോട്, ഒറ്റശേഖരമംഗലം, പള്ളിച്ചൽ, പാങ്ങോട്, പെരിങ്ങമല, പെരിങ്കടവിള, തുള്ളിക്കോട്, വെള്ളറട, വിളപ്പിൽ, വിതുര പഞ്ചായത്തുകളാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. ഇതിൽ അമ്പൂരിയിലെ 3 ഹെക്ടർ പ്രദേശത്താണ് ഏറ്റവും അധികം ഭീഷണിയുള്ളത്. ആര്യനാട് 9 ഹെക്ടർ,
കുറ്റിച്ചാലിൽ 0.28 ഹെക്ടർ, കള്ളിക്കാട് 2, പെരിങ്കടവിളയിൽ 9 ഹെക്ടർ വീതം പ്രദേശത്താണ് ഇത്തരം ഭീഷണിയുള്ളത്. വിതുരയിലെ 34ഉം അമ്പൂരിയിലെ 30ഉം കള്ളിക്കാട് 28 ഹെക്ടറുകൾ അടക്കം 162 ഹെക്ടർ പ്രദേശത്ത് മിതമായ ഭീഷണിയാണുള്ളത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ അടക്കം സഹായത്തോടെ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ കൃത്യമായി വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ആവശ്യകതയും ഏറെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം.